ഹായ് സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് എളന്തിക്കരയാണ്. ഇവിടെ ശ്രീ ശാരദ വിദ്യാമന്ദിർ സ്കൂളിന്റെ അടുത്തായിട്ട് വരും. അപ്പൊ നമ്മൾ വന്നേക്കുന്നതേ ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു RO വാട്ടർ പ്യൂരിഫയർ, ഒരു RO പ്ലാന്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഈ ശാരദ വിദ്യാമന്ദിർ സ്കൂളിലെ തൊട്ടടുത്താണ് നമ്മുടെ സൈറ്റ്. നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലാണ്, മിസ്റ്റർ നിതിൻ ഫ്രാൻസിസിന്റെ വീട്ടിലാണ്. ആളിവിടെ ഇല്ല, ആള് വിദേശത്താണ്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു നമ്മുടെ യൂണിറ്റിന്റെ ഇൻസ്റ്റാളേഷൻ വിശേഷമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീടിനകത്തോട്ട് പോകാം. ബൈ. നമ്മുടെ വീട് ഇതാണ് കേട്ടോ. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. വെക്കേണ്ട സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ, നമുക്ക് വെക്കേണ്ട സ്ഥലം ഇവിടെ ഉണ്ടോ? പ്ലംബിങ്ങിന്റെയും ഇലക്ട്രിക്കലിന്റെ ഒക്കെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലംബിങ്ങിന്റെ ഇവിടെ നമ്മൾ ഹോൾ അടിച്ച് അകത്തേക്ക് പോയിന്റ് എടുക്കുന്നുണ്ട്. അതുപോലെ വേസ്റ്റിനുള്ള ഒരു ഹോളായിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ പോയിന്റ് ആണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണ്ട. നമ്മുടെ പ്ലംബിങ്ങിന്റെ വർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ബോക്സും പിടിപ്പിച്ചാൽ ഇലക്ട്രിക്കലില്ല. അപ്പൊ നേരെ നമ്മുടെ സ്റ്റാൻഡ് പിടിപ്പിച്ചിട്ട് 2 പ്രീ ഫിൽറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു അയൺ റിമൂവറും അതേപോലെ തന്നെ ഒരു 5 മൈക്രോൺ ഒരു സെഡിമെന്റ് ഫിൽറ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലേക്ക് കാണിച്ചിരിക്കുന്ന പോലുള്ള സെയിം സിസ്റ്റം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളത്തിൽ നന്നായിട്ട് അഴുക്കുണ്ട്. നമ്മൾ വെള്ളം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയണിന്റെ സാന്നിധ്യം ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോ അതിന് പ്രകാരം നമുക്ക് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ അയണിന്റെ സാന്നിധ്യം ഉള്ളതിന്റെ പേരിൽ നമുക്ക് 2 പ്രീ ഫിൽറ്റർ സിസ്റ്റം കൊടുക്കണം. ഒരു 5 മൈക്രോണിന്റെ എന്താ പറയാ സെഡിമെന്റ് ഫിൽറ്ററും ഒരു CTO. അപ്പൊ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും സെഡിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ഫിൽറ്ററിൽ പിടിച്ചിട്ട് എക്സസ് ആയിട്ട് വരുന്ന അയണിന്റെ അംശം അപ്പൊ അത് നമ്മുടെ CTO അത് അബ്സോർബ് ചെയ്തോളും. അങ്ങനെ 2 പ്രീ ഫിൽട്രേഷൻ സിസ്റ്റം കഴിഞ്ഞിട്ടാണ് നമ്മുടെ യൂണിറ്റിലേക്ക് കയറുന്നത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ RO പ്ലാന്റിന്റെ വർക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്തു. 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയർ RO പ്ലാന്റ് നമ്മളിവിടെ ഫിക്സ് ചെയ്തു.
അപ്പൊ നമ്മുടെ ഈ പ്ലാന്റിലേക്ക് നമ്മുടെ വെള്ളം കയറുന്നതിന് മുന്നേ നമ്മൾ 2 പ്രീ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു 5 മൈക്രോന്റെ ഒരു സെഡിമെന്റ് ഫിൽറ്ററും അതേപോലെ തന്നെ ഒരു CTയും. അതായത് എന്തെങ്കിലും എക്സസ് ആയിട്ട് അയണിന്റെ സാന്നിധ്യം വരികയാണെങ്കിൽ അത് എക്സസ് ആയിട്ട് വരുന്നത് ഇവിടെ അത് പിടിച്ചോളൂ. അപ്പൊ അങ്ങനെ 2 ഫിൽട്രേഷൻ ആണ്, പ്രീ ഫിൽട്രേഷൻ സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ യൂണിറ്റിലേക്ക് വരുന്നത്. അപ്പോൾ RO സിസ്റ്റം ആണ്, 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞു. അപ്പൊ നമ്മളോട് എന്തെങ്കിലും നീങ്ങാൻ പോയി അതിന് മുന്നേ നമ്മുടെ കസ്റ്റമറോട് ചോദിച്ചു നോക്കാം. നമ്മുടെ സുഹൃത്തിന്റെ അമ്മയാണ്, അമ്മയോട് ഉണ്ട്, അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം. ഈ വെള്ളം കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്, അവിടെ അഭിപ്രായങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കാം നമുക്ക്. അമ്മച്ചി ഈ വെള്ളം കുടിച്ചു നോക്കിയിട്ടെ ഒന്ന് 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയണം എങ്ങനെയുണ്ടെന്ന്. ഗ്ലാസ് എടുത്തിട്ട് കുടിച്ചു നോക്കിക്കോളൂ. എന്നിട്ട് നമ്മുടെ വെള്ളത്തിന് എന്തായിരുന്നു കുഴപ്പം, ഇപ്പൊ എങ്ങനെയുണ്ട്, സന്തോഷമായോ എന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞാച്ചാണ്. വെള്ളം എടുത്തോളൂ. വെള്ളം എങ്ങനെയുണ്ട്, നേരത്തെക്കാളും എങ്ങനെയുണ്ട് വെള്ളം കാണാനായിട്ട്? കാണാൻ സൂപ്പറാണ്. നേരത്തെ അഴുക്കുണ്ടായിരുന്നില്ല, നല്ല തെളിമാനം വന്നിട്ടുണ്ട്. നേരത്തെ അഴുക്കുണ്ടായിരുന്നില്ല, ഒത്തിരി അഴുക്കാറുണ്ട് വെള്ളത്തിന്. കാരണം ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, നല്ലൊരു വെള്ളമാണ്. കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളത്തിന്. സോഫ്റ്റ് ആയില്ലേ വെള്ളം? ആദ്യത്തെക്കാളും നല്ല കനം കുറവും നല്ല ഇതായിട്ടുണ്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടു, ഹാപ്പി. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ കാര്യങ്ങൾക്ക് വ്യക്തത ഒന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.